ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും വിവിധ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലരും ആവശ്യപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്ര പൂജാരിമാർ, അതുപോലെ ആധ്യാത്മിക കുതുകികൾ ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു വിഷയം, ഈ ഷോഡശ കർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാകണം, അതൊന്ന് വിശദീകരിച്ച് തരണം എന്ന് പലപ്പോഴായി ഫോണിൽ വിളിച്ച് പലരും അറിയിക്കാറുണ്ട്. പ്രത്യേകിച്ചിത് നമ്മുടെ ക്ഷേത്ര പൂജാരിമാർക്ക്, അതുപോലെ നമ്മുടെ പുരോഹിതന്മാർക്കൊക്കെ വളരെയേറെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് എന്ന് പലരും ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. എന്താണ് ഷോഡശ കർമ്മങ്ങൾ? ഷോഡശ കർമ്മം നമുക്കറിയാം, ഒരു വ്യക്തി അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്നത് മുതൽ ആ വ്യക്തിയുടെ അന്ത്യേഷ്ടികർമ്മം വരെ 16 സ്റ്റേജുകൾ കടന്നു പോകണം. ഇതിന് പറയുന്ന പേരാണ് ഷോഡശ കർമ്മങ്ങൾ. ഈ ഷോഡശ കർമ്മത്തെക്കുറിച്ച് വളരെ വിശദമായി ഒരു വീഡിയോയിൽ തീരില്ല. ഇത് പല ദിവസങ്ങളിലായി ഇത് തുടർച്ചയായി പ്രതിപാദിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഈ വീഡിയോ ദയവായി എല്ലാവരും പൂർണ്ണമായി കാണാനും അത് എല്ലാവർക്കും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ സന്ദേശം പരമാവധി എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളിലും എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് സാധാരണ ഹിന്ദു സമാജത്തിന് അറിവില്ലാത്ത കാര്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വിഷയവും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത് പരമാവധി എല്ലാവരിലും ഇത് എത്തിച്ച് എല്ലാവരും ഇത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഇത് വാദിക്കാനും ജയിക്കാനും ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അറിയുവാനും അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. ഷോഡശ കർമ്മങ്ങൾ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചു. ഒരു ജീവൻ അമ്മയുടെ ഉത്ഭവത്തിൽ അങ്കുരിക്കുന്ന, അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന അഥവാ അങ്കുരിക്കുന്ന സമയം മുതൽ ആ ജീവൻ്റെ അന്ത്യേഷ്ടികർമ്മം വരെ 16 തലങ്ങൾ കടന്നു പോകണമെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇതിന് പറയുന്ന പേരാണ് ഷോഡശകർമ്മം. ഇത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ സാവകാശമാണ് പറയുന്നത്. 1 ഗർഭധാനം, 2 പുംസവനം, 3 സീമന്തോന്നയനം, 4 ജാതകർമ്മം, 5 നാമകരണം, 6 നിഷ്ക്രമണം, 7 അന്നപ്രാശനം, 8 ചൗളം, 9 ഉപനയനം, 10 വിദ്യാരംഭം. ഈ വിദ്യാരംഭ കാലഘട്ടത്തിൽ തന്നെയാണ് ബ്രഹ്മചര്യം. അടുത്തതാണ് സമാവർത്തനം, പിന്നീട് വിവാഹം, അതിനുശേഷം ഗാർഹപത്യം, പിന്നെ വാനപ്രസ്ഥം, സന്യാസം. ഇതാണ് 16 തലങ്ങൾ. ഇതിൽ ഈ ഓരോ തലങ്ങളെക്കുറിച്ച് അത് വ്യക്തമായി, ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും വ്യക്തമായ ഒരു ധാരണ കിട്ടണം എന്നില്ല.
അതുകൊണ്ട് തന്നെ ഓരോ കർമ്മങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ടാകും. ഓരോ കർമ്മങ്ങൾ, ഇപ്പോൾ ഗർഭാധാന ചടങ്ങ് എന്താണ്, അതേക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ടാകും. അടുത്ത വീഡിയോയിൽ പുംസവന ചടങ്ങിനെക്കുറിച്ചായിരിക്കും. അത് അറിയുവാൻ നമ്മുടെ വീട്ടിൽ നമുക്ക് ആചരിക്കുവാൻ കഴിയുന്ന തലത്തിൽ ഒരാചാര്യൻ്റെ സഹായമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ആചരിക്കുവാൻ കഴിയുന്ന തലത്തിൽ നമുക്ക് കൂടുതലായി ഇതറിയണം. അതിൻ്റെ സങ്കല്പവും അതിൻ്റെ ചടങ്ങുകൾ സഹിതം വിശകലനം ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ സന്ദേശം പരമാവധി എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഭഗവത് നാമത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.